ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിട്ടുള്ളത് ഹോട്ട് മിൽക്ക് കേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ്. ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ളൊരു കേക്കാണിത്. നല്ല ചൂട് പാല് ചേർത്താണ് ഈ കേക്ക് തയ്യാറാക്കുന്നത്. ഇനി ഈ കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിച്ചെടുക്കാം. ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 1.5 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എന്നിവ അരിച്ചെടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. നല്ല ക്ലീനായ ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 3 മുട്ട, 1.5 ടീസ്പൂൺ വാനില എസൻസ് എന്നിവ ചേർത്ത് നന്നായി ബീറ്റ് ചെയ്യാം. 1.5 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. പഞ്ചസാര കുറച്ചായി ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര മൊത്തമായും ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. ഓയിൽ ചേർത്ത ശേഷം ലോ സ്പീഡിലാണ് മിക്സ് ചെയ്യേണ്ടത്. ഇതിലേക്ക് നേരത്തെ അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായി ചേർത്ത് പതുക്കെ മിക്സ് ചെയ്തെടുക്കാം. ഫ്ലോർ മൊത്തമായും ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ബാറ്റർ നല്ല തിക്കായിട്ടാണുള്ളത്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഒരു പാത്രത്തിൽ 1/4 കപ്പ് പാലെടുത്ത് ചൂടാക്കാനായി വയ്ക്കാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർക്കാം. അൺസോൾട്ടഡ് ബട്ടറാണ് ചേർത്തത്. ബട്ടർ നന്നായി മെൽറ്റ് ആകുന്നത് വരെ ഇത് ചൂടാക്കാം. പാല് നന്നായി ചൂടായി ബട്ടറൊക്കെ മെൽറ്റായിട്ടുണ്ട്. ഇനി ഇത് ചൂടോടുകൂടി തന്നെ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം.
ബാറ്റർ റെഡി ആയിട്ടുണ്ട്. 8 ഇഞ്ചിൻ്റെ ടിന്നിലേക്ക് ബാറ്റർ ഒഴിച്ചാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ടിന്നിനടിയിൽ ഓയിൽ ഗ്രീസ് ചെയ്ത ശേഷം ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബാറ്റർ കേക്ക് ടിന്നിലേക്ക് മാറ്റാം. എയർ ബബിൾസ് ഒക്കെ പോകാനായി നന്നായി ടാപ്പ് ചെയ്യാം. അതിനുശേഷം ബേക്ക് ചെയ്യാനായി വെക്കാം. 10 മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെച്ച് 160 ഡിഗ്രിയിൽ 30 to 35 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ഇവിടെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം ടിന്നിൽ നിന്ന് മാറ്റി കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നല്ല സോഫ്റ്റും സ്പഞ്ചിയുമായിട്ടുള്ളൊരു കേക്കാണിത്. അതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക.